ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ RRR വിഷൻ മലയാളി ഇൻ കാനഡയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. ദൈവം ഞങ്ങൾക്ക് കാനഡയിൽ നൽകിയ മനോഹരമായ ഒരു ചെറിയ വീടിൻ്റെ ബാക്ക് യാർഡ് വിശേഷങ്ങളുമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യും. ഓക്കെ, ഞങ്ങളിവിടെ കാനഡയിൽ ഈ വീട് വാങ്ങിച്ചിട്ട് ഇപ്പം ഏകദേശം 4 വർഷമായി. നമ്മൾ കാനഡയിൽ ഒരു വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ വാങ്ങുന്ന സ്ഥലം, അതുപോലെ തന്നെ അതായത് ലൊക്കേഷൻ, പിന്നെ നമ്മൾ വാങ്ങുന്ന വീട് ഏത് ടൈപ്പ് ഓഫ് വീടുകളാണ് എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചാണ് നമുക്കിവിടെ വീടിൻ്റെ ലോട്ട് സൈസുകൾ നമുക്ക് കിട്ടുന്നത്. ചില വീടുകൾക്ക് നല്ല ബിഗ് ലോട്ട് സൈസ് വീടുകളായിരിക്കും, ചിലപ്പം ചെറിയ ലോട്ട് സൈസ് ആയിരിക്കും. നമ്മുടെ വീടിന് അത്യാവശ്യം ഇച്ചിരി വലുപ്പമുള്ള ലോട്ട് സൈസാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഓടിക്കളിക്കാനും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഇച്ചിരി ഗാർഡനിങ് ഒക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നോക്കിക്കേ, ഞാനിപ്പം നിങ്ങളെ കാണിക്കാം. ഞാനിപ്പം പോകുന്നത് നേരെ നമ്മുടെ അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മുകളിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലെ വീടുകൾ കാണാം. അതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ഈ ഒരു ഗേറ്റ് നമുക്ക് തുറന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് നമുക്ക് എൻ്റർ ആകാം. ഈ കാണുന്നത് നമ്മുടെ AC യൂണിറ്റുകളാണ്. ഇവിടുത്തെ എല്ലാ വീടുകൾക്കും സെൻട്രലൈസ്ഡ് AC അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഹീറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. നോക്കി, ഇവിടെ ഒരു ചെറിയ ഒരു ബാക്ക് യാർഡ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പയ്യൻസിൻ്റെ ഒരു എന്താ പറയുന്നത്, കലാവിരുദ്ധമാണ്. അവൻ ഇതിനകത്തൊക്കെ ഒരു ഭയങ്കര ക്രൈസാണ്. നോക്കിക്കേ, ഒത്തിരി നല്ല മനോഹരമായ കല്ലുകളൊക്കെ അവൻ ഇവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് ഇവിടെ വീട്ടിൽ കിടന്ന ഒരു കോഴിയുടെ എന്തോ ഒരു സംഭവമാണ്. അതിൻ്റെ അകത്തോട്ട് അവനൊരു എന്താ പറയുക വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നോക്കിക്കേ, ഇവിടുത്തെ കംപ്ലീറ്റ് നേച്ചറാണ്. ഇവിടെ ആരോ ഇങ്ങനെ മുറിച്ച് കളഞ്ഞ മരത്തിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി എവിടെ നിന്നൊക്കെയോ പെറുക്കിക്കൊണ്ട് വന്നിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് പുള്ളിക്കാരൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ നോക്കിക്കേ, ഇത് ഒരു സോളാർ ഫൗണ്ടനാണ്. നമുക്ക് വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഇവനിങ്ങനെ സംഭവം ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും. രാത്രി ഭയങ്കര രസമാണ്. ഡിഫറെൻറ്റ് കളറിൽ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഉള്ള ഒരു മനോഹരമായ ഒരു സംഭവമാണ് ഇവിടുത്തെ ഡെക്ക് എന്നാണ് ഇതിന് പറയുന്നത്, ഡെക്കുകൾ. ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകൾക്കും ഇങ്ങനൊരു ഡെക്ക് ഉണ്ടായിരിക്കും. ചില വീടുകൾക്ക് കാണത്തില്ല. നോക്കി, ഒരു മനോഹരമായ ഡെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ ഇത് ആക്ച്വലി നമ്മുടെ കിച്ചണുമായിട്ട്, അപ്പോൾ നമ്മുടെ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ അവിടെ നമുക്കിങ്ങനെ നമുക്ക് ഡൈനിങ് ഒക്കെ ഇട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എന്താ പറയുക, സ്നോ പെയ്യുമ്പോഴും മഴ പെയ്യുമ്പോഴും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കസേരയൊക്കെ ഇട്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് റിലാക്സ് ചെയ്തിരുന്ന് നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറ ഭാഗത്ത് നമ്മൾ കുറച്ച് ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. നമ്മളതെല്ലാ വർഷവും ചെയ്യും. നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയൊരു പെപ്പറുണ്ട്. ഈ കാണുന്നത് മിൻറ്റാണ്. മിൻറ്റ് നമുക്ക് കറിക്കൊക്കെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. നല്ല സ്മെല്ലുണ്ട് ഇതിന്. പിന്നെ ഇതൊരു ചെറിയൊരു ആപ്പിൾ മരം കേട്ടോ. ഇതൊരു ആപ്പിൾ മരം. അപ്പുറം വേറൊരു ആപ്പിൾ മരം ഉണ്ടായിരുന്നേ, പക്ഷേ ആ സംഭവം പോയി. നമ്മളിത് വാങ്ങിയതിൻ്റെ ആദ്യത്തെ വർഷം നിറയെ ആപ്പിളായിരുന്നു. ഇത് കണ്ടു, ഇതൊരു നല്ലൊരു ഗ്രേപ്പാണ്, മുന്തിരി. എല്ലാ വർഷവും നിറയെ ഗ്രേപ്സ് ഉണ്ടാവും. ഞാൻ കാണിക്കാം. നോക്കി, ഇപ്പം ഓൾറെഡി എൻ്റെ മുന്തിരിങ്ങയുടെ സംഭവമായി വരുന്നു. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഈ പ്രാവശ്യം ഇവിടെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സീഡ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു തക്കാളിയാണ്. അതിങ്ങനെ കിളുത്ത് വരുന്നു. ഇങ്ങനെ ഡിഫറെൻറ്റ് ചെറുതും വലുതുമായിട്ടുള്ള തക്കാളികളുണ്ട്. അതോടൊപ്പം തന്നെ കുക്കുംബർ, ബീൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള സീഡ് ഇട്ടിട്ടുണ്ട്. ഇതൊരു മനോഹരമായ ക്ലൈംബിങ് റോസാണ്. അതിതുകൊണ്ടോ നിറയെ മുട്ടുകളായിട്ട് കുഞ്ഞു റോസാപ്പൂക്കൾ നിറയെ മുട്ടുകളായി നിൽക്കുകയാണ്. അത് വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ബാസ്ക്കറ്റ് ബോൾ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ മറ്റ് ഒരു സംഭവമാണ്, അതായത് ട്രാംബലിൻ എന്ന് പറയും. ഇപ്പോൾ ഏകദേശം 3 വർഷമായി സ്നോയൊക്കെ വന്ന് കണ്ടില്ല, ഇതെല്ലാം സംഭവം എല്ലാം ഇളകിപ്പോയിരിക്കുക. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു നല്ലൊരു സ്വിമ്മിങ്, നമുക്കിങ്ങനെ എന്താ പറയുന്നത്, നമുക്കൊന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാനായിട്ടൊരു നല്ലൊരു ഊഞ്ഞാൽ നമുക്കിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, അവിടെ പിള്ളേർ ആക്ച്വലി കോവിഡിൻ്റെ സമയത്തായിരുന്നു നമ്മൾ ഈ വീടെടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഓൺലൈൻ പഠനമൊക്കെ ആണല്ലോ.
അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ആ ഒരു സ്വിമ്മിങ് സെറ്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള മറ്റൊരു സംഭവം ഈ കാണുന്ന മരമാണ്. ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടുത്തെ നിങ്ങൾക്ക് ഇതൊരു മേപ്പിൾ ട്രീ ആണ്. ഇവിടെ കാനഡയിലെ അതായത് കാനഡയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മരമാണ് മേപ്പിൾ ട്രീ അല്ലേ. ഓക്കെ, ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഏകദേശം ഒരു 50 വർഷത്തിന് മുകളിൽ പഴക്കം കാണണം. നോക്കിക്കേ, മനോഹരമായ ഒരു മേപ്പിൾ ട്രീ. ഇത് നമ്മളുടെ നെയ്ബറിൻ്റെ മേപ്പിൾ ട്രീയാണ്. ഇത് അതായത് ഫോൾ ആകുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ എന്നെ ചുമലയും ഓറഞ്ച് കളറത്തിലായി നല്ല കളറായി അത് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇങ്ങനെ പൊഴിഞ്ഞു വീഴും. അപ്പോൾ നമുക്കാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ ഇത് മറ്റൊരു ചെടിയുണ്ട്. ഈ സംഭവം ഇത് ആക്ച്വലി വന്നു പോയി ഫോളിൻ്റെ സമയത്താണ്. ഇതിൻ്റെ പേര് എന്താ ഞാൻ ഓർക്കുന്നില്ല. അതൊരു വയലറ്റ് കളറിലെ ഒരു പൂക്കളാണ്. അതും ഇങ്ങനെ വരും. പിന്നീടുള്ളൊരു മറ്റൊരു സംഭവമാണ് ഇതുകൊണ്ട് ഷെഡ്. ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അതായത് പല ഷെഡുകളും നമ്മുടെ ഇവിടുത്തെ കാനഡയിലെ വീടുകളുടെ ബാക്ക് യാർഡിലുണ്ടായിരിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ അതായത് ബാക്ക് യാർഡ് ഐറ്റങ്ങളെ, ടൂളുകളെ, പുല്ലുവെട്ടി അതായത് ലോൺ മോർ മെഷീൻസുകൾ, ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സൈക്കിളുണ്ടെങ്കിൽ സൈക്കിളുകൾ, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാനാണ്. നമുക്കിവിടെ ചെറുതും വലുതുമായ 3 ടൈപ്പ് ഷെഡുകളുണ്ട്. ഇതൊരു ഷെഡാണേ. ഞാനത് ഓപ്പണാക്കി കാണിക്കാം. ഇവിടുത്തെ നമ്മുടെ എല്ലാ ഷെഡുകൾക്കും ഇലക്ട്രിസിറ്റി സംഭവമൊക്കെ ഉണ്ട്. നോക്കിക്കേ, ഇതിവിടെ പിള്ളേരുടെ ഉമ്മാരുടെ സൈക്കിള്, അതുപോലെ തന്നെ നമ്മുടെ പുല്ല് വെട്ടുന്ന ലോൺ മോറി, അതൊക്കെ നമ്മൾ ഈ ഷെഡിനകത്ത് സൂക്ഷിച്ചിരിക്കുക. അതുപോലെ ഒപ്പം തന്നെ ഇതൊരു അതിനേക്കാൾ ഒരു ചെറിയ ഒരു ഷെഡാണ് ഇത് ഇവന്മാർ ഇവിടെ ആ ഒരു കോവിഡിൻ്റെ സമയത്ത് അവർക്ക് പെറ്റ് വേണമെന്ന് പറഞ്ഞതിന് ഞാൻ ഒരു ചെറിയ ബണ്ണിയെ വാങ്ങിച്ചു കൊടുത്തു, 1-2 ബണ്ണീസിനെ. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കി, ഇത് കണ്ടോ, ഈ തടി കണ്ടോ? ഈ തടിയാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തടികൾ. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നോക്കിയാൽ നല്ല സ്ട്രോങ് തടിയാണ്. ഇതുകൊണ്ടാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ 2ാമത്തെ ഷെഡ്. പിന്നെ അവരുടെ ആ ബണ്ണി എല്ലാം ഒരു 2-3 വർഷം അവർ നോക്കി കേട്ടോ. നോക്കിയതിന് ശേഷം അവർക്ക് സമയമില്ലെന്നും പറഞ്ഞ് അതിനെല്ലാം കൊടുത്തു. ഇത് നമ്മുടെ 3ാമത്തെ ഷെഡാണ്. ഇത് അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള ഷെഡാണ് കേട്ടോ. വലിപ്പമുള്ള ഷെഡെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത മാസം, അതായത് എല്ലാ വർഷവും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേന് ഇവിടെ സാൽമൺ ഫിഷിങ്ങിന് ഞങ്ങളെല്ലാവരും പോകും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ അത്യാവശ്യത്തെ വലിയ ഷെഡാണ്. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന വീട്ടുകാർ ചെറിയൊരു അടുക്കള സെറ്റ് ചെയ്തിരിക്കുക കണ്ടോ. അടുക്കളയുടെ സ്ലാബ് അത്. അപ്പോൾ നമ്മളിങ്ങനെ ഫിഷിനൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ അവനെ ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അവനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. നോക്കി, ഇത് നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ സംഭവമാണ്. പിന്നെ നോക്കിയാൽ ഫിഷിങ്ങിൻ്റെ നെറ്റുണ്ട്. നമുക്കൊരു വലിയൊരു ലാഡർ കിടപ്പുണ്ട് വീടിൻ്റെ മുകളിലൊക്കെ കയറണമെങ്കിൽ. പിന്നെ നമ്മുടെ വിൻ്റർ ടയറുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇതൊക്കെയാണ് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് എൻജോയ് ചെയ്തെന്ന് കരുതുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വരും. നൗ ഐ ആം സൈൻ ഔട്ട്. റെക്സി, ബൈ.